ബഡ് സ്കൂളിന് കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ BJP രണ്ട് തട്ടിലാണ്. ഹെഡ്ഗേവാറിന്റെ പേര് വിവാദമാക്കിയതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. നേരത്തെ അറിയിച്ചില്ല എന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത്. കെട്ടിടം പണിഞ്ഞ ശേഷം പേര് നൽകിയാൽ മതിയായിരുന്നുവെന്നും പാർട്ടിയിൽ അഭിപ്രായങ്ങൾ ഉയരുന്നു. ഗോകുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, ഇന്നലെ പ്രമീള ആണെങ്കിലും ശരി, കൃഷ്ണദാസ് ആണെങ്കിലും ശരി, എണ്ണി എന്തുകൊണ്ട് ഹെഡ്ഗേവാറിന്റെ പേരിടണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് പാർട്ടിയിൽ ഭിന്നത എന്ന വാർത്തകൾ വരുന്നത്? അതായത് പാലക്കാട് BJPയിൽ എന്നും നഗരസഭയും BJPയിലെ ഒരു വിഭാഗവും രണ്ട് തട്ടിൽ എപ്പോഴും നിൽക്കുന്നുണ്ട്. പലപ്പോഴും വ്യത്യസ്ത പാർട്ടിക്കാരെ പോലെയാണ് ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറ്. അതേ പ്രശ്നം ഹെഡ്ഗേവാറിന്റെ വിഷയത്തിലും വരുന്നു എന്നുള്ളതാണ്. കാരണം ഹെഡ്ഗേവാറിന്റെ പേര് അനാവശ്യമായി വലിച്ചു വെച്ചു. മാത്രവുമല്ല RSSനോട് അനുമതി വാങ്ങിച്ചില്ല. BJPയുടെ ജില്ലാ നേതൃത്വത്തിനോട് പോലും, അതായത് അതിന്റെ കോർ ഗ്രൂപ്പിനോട് പോലും അനുമതി വാങ്ങിച്ചിട്ടില്ല. പല സീനിയർ നേതാക്കളും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു ആക്ഷേപമായി ഉയരുന്നത്. അതേസമയം തന്നെ ഈ നഗരസഭ പല സാങ്കേതിക കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതായത് നഗരസഭാ കൗൺസിലിന്റെ അനുമതിയോടുകൂടി വേണം ഇത്തരം സ്ഥാപനങ്ങൾക്ക് പേര് നൽകാൻ. അല്ലാതെ ഈ കൗൺസിലിന്റെ അനുമതി ഇല്ലാതെ ഒരു ചെയർപേഴ്സണ് ചെയ്യാൻ കഴിയുക അടിയന്തര ഘട്ടത്തിൽ മാത്രമാണ്. ഇത് അത്തരത്തിലൊരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പരിഹരിച്ച് വേണമായിരുന്നു ഇങ്ങനെ ഒരു പേര് നൽകേണ്ടിയിരുന്നത്. അത് മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്ഥാപനം ഇതിന്റെ കെട്ടിടം പണിഞ്ഞ് അത് നടപ്പാക്കുന്ന ദിവസം അല്ലെങ്കിൽ ആ സമയത്തോ ആണ് പേര് നൽകേണ്ടിയിരുന്നത്. ഈ വിവാദം ഉയർന്നു വരാനുള്ള പശ്ചാത്തലം എങ്ങനെയാണ്? ഇപ്പോൾ നഗരസഭയിൽ തന്നെ നമുക്കറിയാം N ശിവരാജൻ, E കൃഷ്ണദാസ് അടക്കം, പ്രമീള ശശിധരൻ അടക്കം പ്രമുഖരായ പാലക്കാട്ടെ BJP നേതാക്കൾ കൗൺസിലിലുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ അവർ കോൺഗ്രസിലേക്ക് പോകുമോ എന്ന നിലയിലുള്ള ചർച്ചകൾ പോലും അവിടെ വന്നിരുന്നു. വലിയ വിഭാഗീയത പാർട്ടിക്കകത്തുണ്ട് താനും. അപ്പോൾ നഗരസഭാ കൗൺസിലിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന നിലപാടല്ലേ പാർട്ടിക്ക്? തീർച്ചയായിട്ടുമല്ല. കാരണം അതിലൊരു വിഷയമുണ്ട്. ഇപ്പൊ നമ്മൾ ഇത് കാണുന്ന നമ്മൾ കാണുന്നത് ഈ ഹെഡ്ഗേവാറിന്റെ പേര്, ഈ വിവാദം, അതിന്റെ പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് സ്വാഭാവികമായും പാർട്ടിയുടെ ഉള്ളിൽ ഗോകുലിലേക്ക് വരാം.